യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛന് മദ്യമാണെങ്കിൽ മകന് മയക്കുമരുന്നാണ് പ്രിയം. ഒരു ലോക പിഴയായ ഒരുത്തൻ. പിന്നെയുള്ളത് ഒരു മകളാ. ഏത് സമയവും കാശിന് ആവശ്യമുള്ള ബ്യൂട്ടി പാർലറിലും പബ്ബിലും സമയം ചെലവിട്ട് നടക്കുന്ന ഒരുവൾ. പേര് അഹല്യ. ഈ കമ്മീഷണർക്ക് ഒരു സഹോദരിയുണ്ട്. അവരുടെ പേര് അഞ്ജന. ആ വീട്ടിൽ വലിയ റോളൊന്നുമില്ലാതെ എല്ലാവർക്കും ഇടയിൽ ഒരു നിശബ്ദ ജീവിയെപ്പോലെയാ അഞ്ജന. ഒരു പരിഭവമില്ലാതെ കഴിയുന്ന അഞ്ജന കഴിഞ്ഞുപോയ ഓർമ്മകളുമായി ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ആരോടും ഒരു പരിഭവമില്ലാതെ കഴിയുന്നു. ഭഗവാനെ കാത്തോളണേ കൃഷ്ണ. കമ്മീഷണർ ഇപ്പോഴും അവരുടെ രക്ഷകർത്താവായി നിൽക്കുന്നത്. അവരുടെ 2 മക്കളെ നേരെയാക്കാൻ അയാൾക്കായില്ലെങ്കിലും പെങ്ങക്ക് വേണ്ടി എന്തും ചെയ്യാൻ അയാൾ തയ്യാറാവും. ഇനി പറ, എന്തിനാ തനിക്ക് ഇത്രയും ഡീറ്റെയിൽസ്? പറയാം.
അതിനു മുമ്പ് എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ഓക്കെ, ശരി, കാണാം. ശരി. രാവിലെ തന്നെ വലിച്ചു കയറ്റിയല്ലോ. അബി, അബി, എഴുന്നേക്ക്. നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? എത്ര വേണം? 1 CR or 2 CR? രാവിലെ തന്നെ പൊടി വലിച്ചു കയറ്റിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, അച്ഛാ, അച്ഛൻ്റെ കയ്യില് കാശ് വല്ലതും ഇരിപ്പുണ്ടോ? എന്താ? ഒരു 10,000 വേണം. അത്രയും മതിയോ? ഞാൻ വിചാരിച്ചു നീ ഒരു 10 ലക്ഷം രൂപയെങ്കിലും ചോദിക്കുന്നു. എടീ, ഞാൻ അടുത്ത ബോട്ടിലിന്റെ കാശ് എവിടെ നോപ്പിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുക. നേരത്തെ വാങ്ങിയ എന്റെ പലിശ കാശ് കൊടുക്കാൻ നിവൃത്തിയില്ല. നിന്റെ തള്ള മഹാറാണിയോട് പോയി ചോദിക്കുക. നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം. പോയി ചോദിക്ക്, ഇപ്പൊ കിട്ടും. ഒന്ന് നിന്നേ. വലിയ കോടീശ്വര പുത്രിയല്ലേ, ആവശ്യം പോലെ സ്വത്തുണ്ടല്ലോ. എത്ര നാളായി പറയുന്നു എനിക്കായി കുറച്ച് എഴുതി തരാൻ. അത് തരാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനെന്നെ ജനിപ്പിച്ചത്? നിന്നെ ജനിപ്പിച്ചതിന് ഞാനാ ദുഃഖിക്കുന്നത്. അതിനുള്ള പ്രതിഫലം നിങ്ങൾ എനിക്ക് തരുന്നുണ്ടല്ലോ. ജനന ആരുടെയും കുറ്റമല്ല മോളെ. നിങ്ങളുടെ വേദാന്തം ഒന്നും കേൾക്കണ്ട. കൈ കാശുണ്ടോ? അത് കേട്ടാ മതി. ഇല്ല. ഓഫ്. തൽക്കാലം ഇതായാലും മതി. നീ എന്തേ കാണിക്കാൻ? ഇങ്ങോട്ട് തരാ. ഇങ്ങെടുക്ക്. എടീ, എടാ അരവിന്ദ, ഞാൻ ഇത്രയും വിളിച്ചത് താൻ കേട്ടില്ലേ? എടാ അരവിന്ദ,